സ്ത്രീകളിലെ ഹൃദയാരോഗ്യം എങ്ങനെ മെച്ചപ്പെടുത്താം? ഹൃദയാരോഗ്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ ശാന്തല പ്രഭു, സീനിയർ കൺസൾട്ടന്റ് കാർഡിയോവാസ്കുലർ ആൻഡ് തൊറാസിക് സർജറി. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. നമസ്കാരം ഡോക്ടർ, ഈ വാൽവ് പ്രശ്നങ്ങൾ, അതായത് ഒത്തിരി പേഷ്യൻസ് ഇപ്പോൾ സർവൈവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അവർക്ക് എപ്പോഴും അറിയേണ്ട ഒരു ആവശ്യമുള്ള ഒരു കാര്യമാണ് വാൽവ് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ വാൽവ് പ്രശ്നം നേരത്തെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമോ? അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മെഡിസിൻ നേരത്തെ എടുക്കേണ്ടത്? എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? തീർച്ചയായിട്ട് വാൽവിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ അതിൻ്റെ കുറിച്ച് വിശദീകരിക്കുന്ന മുമ്പ് ഈ വാൽവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഹാർട്ട് ഒരു പമ്പാണ്. അപ്പോൾ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് അതിൻ്റെ ജോലിയാണ്. അപ്പോൾ വാൽവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഹാർട്ടിൽ വൺ വേ ട്രാഫിക്കാണ്. ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പാടില്ല. അപ്പോൾ ഈ വൺ വേ ട്രാഫിക് നിയന്ത്രിക്കാനുള്ള ഒരു വാതിൽ പോലെ ഉള്ള സാധനമാണ് ഈ വാൽവ് എന്ന് പറയുന്നത്. അപ്പോൾ വാൽവിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? വാൽവ് ചുരുക്കുമ്പോൾ രക്ത ഓട്ടത്തിന് തടസ്സം വരാം. അതേപോലെ വാൽവിൽ ലീക്ക് വരാം. ലീക്ക് വന്നാൽ ഈ വൺ വേ ട്രാഫിക് അതിന് ബാധ വരും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രക്ത ഓട്ടം പോവും. അപ്പോൾ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണ്? ഇപ്പോൾ ഹാർട്ടിന് വാൽവ് ചുരുങ്ങിയാൽ ഹാർട്ടിന് രക്ത ഓട്ടം ശരിയായിട്ട് പോകുന്നില്ല. അപ്പോൾ ഹാർട്ടിന് 4 അറകളുണ്ട്. അപ്പോൾ എവിടെയാണോ ഈ വാൽവ് സ്ഥിരീകരിക്കുന്നത് അതനുസരിച്ചിട്ട് വാൽവിൽ ചുരുക്കം വന്നാൽ വാൽവിൻ്റെ ഒരു ചേംബർ, ഈ വാൽവിന് മുമ്പുള്ള ചേംബർ, അതിൽ രക്തം ഒരു സ്റ്റാഗ്നേഷൻ വരും. അതുമാത്രമല്ല അതിന് പമ്പിങ്ങിന് കുറച്ച് ബാധ വരും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് കുറേ സമയം ഈ ഹാർട്ട് അതിന് വേണ്ടിയായിട്ട് കോമ്പൻസേറ്റ് ചെയ്യും. പക്ഷെ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഹാർട്ടിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് ഹാർട്ടിലുള്ള ബാക്കിയുള്ള ഈ രക്തധമനികളിൽ, എസ്പെഷ്യലി ഈ വലത്ത് സൈഡാണെങ്കിൽ ശ്വാസകോശത്തിൽ പോകുന്ന രക്തധമനികളിൽ അതിൻ്റെ പ്രഷർ കൂടാം. പ്രഷർ കൂടുമ്പോഴത്തേക്ക് ശ്വാസമുട്ടൽ വരും. ചില ആൾക്കാർക്ക് ലങ്സിൽ വെള്ളം കെട്ടിക്കിടക്കും. ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ശ്വാസമുട്ടലും, പിന്നെ ഒന്നും ചെയ്യാതെ എന്ത് ചെയ്താലും, ചെറിയ ജോലി ചെയ്താലും ശ്വാസമുട്ടൽ വരും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അതേസമയം മെഡിസിനിൽ തന്നെ നമുക്ക് തീർക്കാൻ പറ്റുമോ? അല്ല, ഞാൻ അതാണ് പറഞ്ഞത്. ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്ക് ഹാർട്ടിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുവരെ നമുക്ക് മെഡിസിനിൽ നമുക്ക് മാനേജ് ചെയ്യാം. ഓക്കെ. അപ്പം ഞാൻ ഒരു എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം നമുക്ക് ഇവിടെ വാതിലുണ്ട്. ഈ റൂമിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ ഈ വാതിൽ തുറന്നാലേ നമുക്ക് പുറത്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ സപ്പോസ് ഈ വാതിൽ കുറച്ച് ജാം ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് വിജാഗരി ജാം ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമെല്ലാം അതിന് എണ്ണയെല്ലാം ഒഴിച്ചിട്ട് നോക്കും, ലൂബ്രിക്കേഷൻ ചെയ്തിട്ട്, അല്ലേ? പക്ഷെ ഒരു സമയമാകുമ്പോഴത്തേക്ക് എന്ത് ചെയ്താലും, എത്ര എണ്ണ ഒഴിച്ചാലും ആ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഒരു ആശാരിയെ വിളിച്ചിട്ട് ആ വാതിൽ മാറ്റി വേറെ വാതിൽ വെക്കും, അല്ലേ? അപ്പോൾ അതേപോലെ ഉള്ള ഒരു ആശാരി പണിയാണ് ഈ വാൽവ് മാറ്റി വെക്കൽ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നത്. അതെ, അപ്പോഴാണ് നമ്മൾ ഈ ശസ്ത്രക്രിയയിലേക്ക് കിടക്കുന്നത്. അതാണ്. അപ്പോൾ ആ ഒരു ഹാർട്ടിന് നമ്മൾ ഈ സ്ഥിതി വരുന്ന മുമ്പായിട്ട് റെഗുലറായിട്ട് എക്കോകാർഡിയോഗ്രാം ചെയ്തു നോക്കും. അപ്പോൾ എക്കോകാർഡിയോഗ്രാം ചെയ്തു നോക്കുമ്പോഴത്തേക്ക് ഹാർട്ടിന് ചേംബറിൻ്റെ സൈസ് എങ്ങനെയുണ്ട്, രക്തധമനികളിലുള്ള പ്രഷർ എങ്ങനെയുണ്ട്, അതെല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് സിംറ്റം ഇല്ലെങ്കിലും ചിലപ്പോൾ നമുക്ക് ഈ വാൽവ് സർജറി ഞങ്ങൾ സജസ്റ്റ് ചെയ്യും. കാരണം കോംപ്ലിക്കേഷൻ വന്നിട്ടല്ല സർജറി ചെയ്യുന്നത്, അത് തടയാനാണ് നമ്മൾ ഈ സർജറി ചെയ്യുന്നത്. ഈ ഒരു സർജറി കഴിഞ്ഞിട്ട് അവർക്ക് പിന്നീടുള്ള ലൈഫിലേക്ക് മടങ്ങാനായിട്ട് എത്ര ടൈം എടുക്കേണ്ടി വരും? അതുമാത്രമല്ല, ജോലിക്കൊക്കെ എങ്ങനെയായിരിക്കും അവർക്ക് പിന്നീട് പോകാൻ പറ്റുന്നത്? നോർമലായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഓക്കെ. സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലൈസേഷൻ ഏകദേശം ഒരാഴ്ച ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് ഈ ആദ്യത്തെ 2 ആഴ്ച ഹോസ്പിറ്റൽ എന്തൊക്കെ ചെയ്യും അത്രയും ഒരു ആക്ടിവിറ്റി മതി. എസ്പെഷ്യലി ഒരുപാട് വിസിറ്റേഴ്സിനെ എല്ലാം അവോയ്ഡ് ചെയ്യാം. കാരണം എന്ന് വെച്ചാൽ പലർക്കും എന്തെങ്കിലും റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സർജറി കഴിഞ്ഞ ഉടനെ ഈ പനിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ
അത് പിന്നെ ചികിത്സ ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പം നമുക്ക് 2 ടൈപ്പ് വാൽവ് ഉണ്ട്. ഒന്ന് മെക്കാനിക്കൽ വാൽവ്, മറ്റേത് ബയോളജിക്കൽ വാൽവ്. അപ്പം ഏത് വാൽവ് വെച്ചാലും കുറച്ച് നമ്മൾ ആദ്യത്തെ 6 മാസം കുറേ ആയിട്ട് നമുക്ക് ഈ പ്രിവെൻറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കണം, എസ്പെഷ്യലി ഇൻഫെക്ഷൻ വരാതെ. ഓക്കെ, മെക്കാനിക്കൽ വാൽവ് ആകുമ്പോഴത്തേക്ക് ലൈഫ് ലോങ് ആയിട്ട് ആൻറ്റികോഗുലേഷൻ ഉള്ള ആ മെഡിസിൻ കഴിക്കേണ്ടി വരും. ബയോളജിക്കൽ വാൽവ് ആണെങ്കിൽ ആദ്യത്തെ 3-6 മാസം ഈ മെഡിസിൻ കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ മെഡിസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ഒരു കറക്റ്റായിട്ട് ഓപ്റ്റിമൽ ലെവലുണ്ട്. അപ്പം നിങ്ങൾക്കുള്ള ഓപ്റ്റിമൽ ലെവൽ അല്ല എനിക്കുള്ളത്, ആ ഡോസേജ് അല്ല എനിക്കുള്ളത്. ചില ആൾക്കാർക്ക് ഈ ഓപ്റ്റിമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് 1 മില്ലിഗ്രാം മതിയായിരിക്കാൻ മതി, ചില ആൾക്കാർക്ക് 5 മില്ലിഗ്രാം മതിയായിരിക്കാൻ മതി. അപ്പോൾ ഇതിൻ്റെ ലെവൽ എത്ര വേണം, പിന്നെ ആ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എത്ര ഡോസേജ് വേണം, അത് മെഷർ ചെയ്യാനായിട്ട് INR എന്നുള്ള ഒരു ടെസ്റ്റ് ഉണ്ട്. ഈ ടെസ്റ്റ് ആദ്യത്തെ കുറച്ച് മാസങ്ങൾ, ചിലപ്പോൾ 1 മാസത്തിൽ 1 പ്രാവശ്യം ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് യൂഷ്വലി once in 8 weeks അത് ടെസ്റ്റ് ചെയ്യണം. ആദ്യത്തെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പേഷ്യൻസിൽ പുറത്ത് ഇറങ്ങി നടക്കാം. സാധാരണ ഉള്ള ഇത് വായിക്കുന്നതോ സംസാരിക്കുന്നതോ ഇതെല്ലാം ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ ജോലി വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഹെവി ഡ്യൂട്ടി, സ്ട്രെന്നുവസ് ആയിട്ടുള്ള വർക്ക്, എന്തെങ്കിലും ഭാരത്തിൻ്റെ സാധനങ്ങൾ പൊക്കുന്നത്, ഗാർഡനിങ്, സ്വിമ്മിങ്, ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഒരു 2 മാസം അവോയ്ഡ് ചെയ്യണം. ഇതിന് കാരണം എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ സർജറി നമ്മൾ ഈ എല്ല് തുറന്നിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ല് ഉണങ്ങുന്നവരെ കുറച്ച് നമുക്ക് പ്രിവെൻറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യണം. ഉടനെ തന്നെ ഈ ഹെവി ആക്ടിവിറ്റീസിൽ പോയാൽ ഈ എല്ല് ചിലപ്പം അതിനെ സൂചർ ചെയ്തിരിക്കുന്ന വയർസ് ചിലപ്പോൾ പൊട്ടിയിട്ട് എല്ല് ഉണങ്ങാൻ കുറേ സമയം വേണ്ടി വരും. ഓക്കെ, അതേപോലെ മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള ചില സർജറീസ് ഉണ്ട്. എല്ലാ ആൾക്കാർക്ക് പറ്റുന്നില്ല, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ മിനിമലി ഇൻവേസീവ് ചെയ്താൽ നമുക്ക് എല്ല് തുറന്നിട്ടല്ല സർജറി ചെയ്യുന്നത്, സൈഡിൽ കൂടെയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ഒരു എല്ല് തുറക്കുന്നതിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഈ എല്ല് പിന്നീട് അങ്ങ് ജോയിൻ ആയിക്കോളുവോ? അതെ, സർജറി എല്ലാ സ്കിന്ന് ക്ലോസ് ചെയ്യുന്ന മുമ്പ് ഈ എല്ല് വീണ്ടും വയർ വെച്ച് ഘടിപ്പിക്കും. ഓക്കെ, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എന്താ പറയുക, ഒരു ഡോക്ടറായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഫ്രാക്ചർ പോലെ. ഓക്കെ, പക്ഷേ ഈ എല്ലിൻ്റെ 2 ഭാഗങ്ങളും ഞങ്ങൾ സൂചർ ചെയ്ത് ജോയിൻ ചെയ്യും. ആ വയറ് ഉള്ളിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് 99.9% ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. ഓക്കെ ഡോക്ടർ, ഇനി സ്ത്രീകളിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് ഈ ഒരു പുരുഷന്മാരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ഈ ഒരു ഹൃദയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രത്യേക ലക്ഷണങ്ങൾ സ്ത്രീകൾക്ക് വരുന്നുണ്ടോ? സ്ത്രീകളിൽ അങ്ങനെ ഒരുപാട് വ്യത്യാസമായിട്ടുള്ള സിംറ്റംസ് ഒന്നും ഇല്ല. പക്ഷെ സ്ത്രീകളിൽ ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചെറിയ എന്തെങ്കിലും ലക്ഷണം ഉണ്ടെങ്കിലും അത് അവഗണിച്ചിട്ട് നാളെ പോകാനുള്ള ഇങ്ങനെ ആണ്. ബിക്കോസ് സ്ത്രീകളിലുള്ള ഒരു മെയിൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഫാമിലി ആയിട്ട് ആണ് മോർ കോൺസെൻട്രേഷൻ. സ്വന്തം ആരോഗ്യത്തിനേക്കാളും ഉപരി അവരുടെ ഫാമിലി മെമ്പേഴ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പോൾ സ്വന്തം ആരോഗ്യം അത് അത്രേ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്നില്ല. പക്ഷെ പല ആൾക്കാർക്കുള്ള സിംറ്റം എന്ന് പറഞ്ഞാൽ ശ്വാസമുട്ടൽ, ഇല്ലെങ്കിൽ നെഞ്ചിൽ പിടപ്പിടപ്പ്, അല്ലെങ്കിൽ നെഞ്ചിൽ വേദന, അതായത് എന്തെങ്കിലും ജോലി ചെയ്യുമ്പോൾ വരുന്ന വേദന, ജോലി ചെയ്യുമ്പോൾ വരുന്ന ശ്വാസം മുട്ടൽ. ഇത് കൂടുതലായി കഴിഞ്ഞാൽ വെറുതെ ഇരുന്നാലും ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടൽ വരാം. അത് മാത്രമല്ല ഉറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ചുമ വരാം. മനസ്സിലായോ? അപ്പം ചില ആൾക്കാർക്ക് കാലിൽ നീര് വരിക, ഇല്ലെങ്കിൽ മുഖത്തിൽ നീര് വരിക, മൈ മൊത്തം നീര് വരിക. ഇതെല്ലാം അഡ്വാൻസ് സ്റ്റേജിലായിട്ടുള്ള ലക്ഷണങ്ങളാണ്. മൈ മൊത്തം നീര് വരുന്നത്. പിന്നെ സ്ത്രീകളിൽ കുറച്ച് സൈക്കോളജിക്കൽ ഓവർലേയും കാണാം. അങ്ങനെയാണ് അവർ ചിലപ്പോൾ അവഗണിക്കുന്നത്.
ഓക്കെ. അപ്പോൾ അവർക്ക് വന്നാലും വേറെ വ്യത്യസ്തമായിട്ടൊന്നും ഇല്ല 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 ഇല്ല. അപ്പോൾ എന്താണ് ഡോക്ടറിന് ഒരു സ്ത്രീകളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്താണ്? അവർക്ക് ഹൃദയം എങ്ങനെ അവർക്ക് സൂക്ഷിക്കാൻ സാധിക്കും? ഫാമിലി പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ സ്വന്തം ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്താലേ ഭാവിയുടെ ഫാമിലിയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും സിംറ്റം വന്നാൽ ഇത് എല്ലാ സിംറ്റമും ഹാർട്ടിൽ നിന്ന് വരുന്നതെന്ന് പറയില്ല. കാരണം ശ്വാസം മുട്ടൽ ചില ആൾക്കാർക്ക് ആസ്മ ഉണ്ടെങ്കിൽ വരാം, അല്ലെങ്കിൽ വേറെ കാരണത്താലും ഇൻഫെക്ഷൻ വന്നാൽ വരാം. അങ്ങനെ എല്ലാ ശ്വാസം മുട്ടലും ഹാർട്ടിൽ നിന്ന് വരുന്നതല്ല. എന്നാൽ പോലും ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവഗണിക്കാതെ ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ആവശ്യമുള്ള എല്ലാ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഡയഗ്നോസിസ് എന്താണ് കണ്ടുപിടിച്ചിട്ട് അത് വാൽവിൽ നിന്ന് വരുന്ന പ്രശ്നമാണെങ്കിൽ അതിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ ചികിത്സിക്കുക. അനന്തപുരി ഹോസ്പിറ്റലിലെ ഡോക്ടർ ശാന്തല പ്രഭു ആയിരുന്നു നമ്മളോടൊപ്പം സംസാരിച്ചത്. എനിവേ താങ്ക് യു ഡോക്ടർ. താങ്ക് യു.